ഇന്ന് നമുക്ക് നല്ല ഒരു മഷ്റൂം കറിയുടെ റെസിപ്പി നോക്കാം. അതിനായിട്ട് ഒരു പാക്കറ്റ് മഷ്റൂം എടുത്തിട്ടുണ്ട്. നമുക്ക് ക്ലീൻ ചെയ്ത് ചെറിയ പീസാക്കി എടുക്കാം. കൂടാതെ ഇതിലേക്കായിട്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, 5 അല്ലി വെളുത്തുള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട്, 4 പച്ചമുളക് അരിഞ്ഞെടുത്തിട്ടുണ്ട്, 2 സവോള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില, കൂടാതെ ഒരു തക്കാളി കൂടി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറി റെഡിയാക്കാം. അതിനായിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അടുത്തതായി ഇഞ്ചി വെളുത്തുള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് പച്ചമുളക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അടുത്തതായി സവോള ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഉള്ളി നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പൊടിയെല്ലാം നന്നായിട്ട് മൂത്തതിലേക്ക് തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് വഴച്ചെടുക്കാം. തക്കാളി നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മഷ്റൂം ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. കുറച്ച് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. മഷ്റൂമിൽ നിന്ന് കുറച്ച് വെള്ളം ഇതിലേക്ക് ഇറങ്ങും. ഇത് മൂടി വെച്ച് ഒരു 20 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇതിലേക്കായിട്ട് 4 ടീസ്പൂൺ കോക്കനട്ട് പൗഡർ വെള്ളത്തിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 10 കാഷ്യൂനട്ട് നമുക്ക് അരച്ചെടുക്കാം. ഏകദേശം 20 മിനിറ്റ് കഴിഞ്ഞു. നന്നായിട്ട് വെള്ളം വറ്റി നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കാഷ്യൂനട്ടും ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. കൂടാതെ കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിച്ചപ്പും ചേർത്ത് കൊടുക്കാം. കാൽ ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഒരു 5 മിനിറ്റ് ഇത് നമുക്ക് മൂടി വയ്ക്കാം. അതിനുശേഷം ഇത് മിക്സ് ചെയ്തെടുക്കാം. 5 മിനിറ്റ് കഴിഞ്ഞു. നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നല്ല തിക്ക് ഗ്രേവിയിൽ നമ്മുടെ മഷ്റൂം കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ചെയ്ത് നോക്കി അഭിപ്രായം അറിയിക്കണേ.